യേശുവിൻ്റെ ജീവിതത്തിലുടനീളം കൂടെയുണ്ടായിരുന്ന പരിശുദ്ധ അമ്മ മക്കളായ നമ്മോടൊപ്പം സദാ സന്നിഹിതയാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും സഹായവും സംരക്ഷണവുമായി പരിശുദ്ധ അമ്മ കടന്നു വരുന്നു. ഈ അമ്മയുടെ മേലങ്കിയുടെ കീഴിൽ സുരക്ഷിതത്വം കണ്ടെത്തി തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച സന്യാസിനിയാണ് സിസ്റ്റർ ജോമേരി MSMI. തലശ്ശേരി അതിരൂപത മേരിഗിരി ഇടവകാംഗമായ തോമസ് ബ്രിജീത്ത ദമ്പതികളുടെ 4 മക്കളിൽ രണ്ടാമത്തെ ആളായി ജനിച്ച സിസ്റ്റർ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം MSMI സന്യാസ സഭയിൽ ചേർന്ന് തൻ്റെ ജീവിതം ഈശോയ്ക്കായി സമർപ്പിച്ചു. കരിസ്മാറ്റിക് ധ്യാനരംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന ജോമേരി സിസ്റ്ററിന് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിക്കാലം മുതൽ ഇന്നോളം പരിശുദ്ധ അമ്മ കൂടെ നടന്നതിൻ്റെ അനുഭവങ്ങൾ നിരവധി അടയാളങ്ങളോടെ മുൻനിർത്തി സാക്ഷ്യപ്പെടുത്താനാകും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നിരവധി അത്ഭുതങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. കാനായിലെ ആ ഭവനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ ജീവിതത്തിലും സഹായവുമായി കടന്നു വരുന്നുണ്ട്. തൻ്റെ വ്യക്തിജീവിതത്തിലും തൻ്റെ പ്രാർത്ഥന വഴി മറ്റുള്ളവരുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ഇടപെട്ട് നടന്ന രോഗശാന്തിയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ ശക്തിയാണ് സിസ്റ്റർ ഇവിടെ ഏറ്റുപറയുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ധാരാളം രോഗശാന്തികൾ ഇന്ന് ഈശോ പ്രദാനം ചെയ്യുന്നുണ്ട്. തൻ്റെ അമ്മ മറ്റുള്ളവരാൽ വണങ്ങപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ള ഈശോയുടെ ആഗ്രഹമാണ് ഈ രോഗശാന്തികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പല ധ്യാനാവസരങ്ങളിലും അമ്മയോടുള്ള മധ്യസ്ഥത്താൽ പ്രകടമായ രോഗശാന്തികൾ ഈശോ പ്രദാനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടി 2 ബാച്ചായിട്ട് ധ്യാനം നടത്തപ്പെടുകയായിരുന്നു. ആ അവസരത്തിൽ എൻ്റെ തൊണ്ടയ്ക്ക് വേദനയും അസ്വസ്ഥതയും ഒക്കെ ഭയങ്കരമായിട്ട് കൂടി പാട്ടുപാടാൻ പോലും പറ്റാത്ത വിധത്തിൽ, ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ കൂടുതലായപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേറ്റ് ചെയ്യുക തന്നെ വേണമെന്ന്. എന്നാൽ പിന്നീട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ടീം ഒരുമിച്ച് കഞ്ചിക്കോടുള്ള റാണി ചേച്ചിയുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റാണി എന്നോട് ചോദിച്ചു, സിസ്റ്ററെ ഇപ്പം എന്നാ തോന്നുന്നതെന്ന്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എന്താ എനിക്കൊന്നും പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. റാണി എന്നോട് പറഞ്ഞു, മാതാവ് ഓർഗൻ്റെ കമ്പിയിട്ട് തൊണ്ടയിൽ കൂടെ വലിക്കുന്നത് പോലെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെ എൻ്റെ തൊണ്ടയും എൻ്റെ ശരീരം മുഴുവനും സുഗന്ധാഭിഷേകം കൊണ്ട് നിറഞ്ഞു. പിന്നീട് എനിക്ക് തൊണ്ടയ്ക്കൊരു കുഴപ്പവും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ സൗഖ്യപ്പെട്ട അനുഭവമായിരുന്നു. 10-20ഓളം വർഷങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം ഒരിക്കൽ പോലും എൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് എൻ്റെ സ്വരത്തിനോ എൻ്റെ തൊണ്ടയ്ക്കോ ഇതുവരെയും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ നൽകിയ വലിയ ഒരു സൗഖ്യവും സ്വരത്തെ അനോയിൻ്റ് ചെയ്ത ഒരു അനുഭവമായിരുന്നു അത്. അതുപോലെ ഞാൻ ഓർക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ പുത്രൻ്റെ പക്കൽ മധ്യസ്ഥം വഹിച്ച്
നമ്മുടെ സ്വന്തം അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വാങ്ങിച്ചു തരുന്ന അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, നെല്ലിക്കുറ്റി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മയും മകനും കൂടി ധ്യാനിക്കാൻ വേണ്ടി വന്നു. ഈ മകന് സോറിയാസിസ് പിടിച്ച് ശരീരം മുഴുവനും ചുവന്ന് കുറേയൊക്കെ പൊട്ടി ഒലിച്ച് ഇങ്ങനൊരവസ്ഥയിലായിരുന്നു ധ്യാനിക്കാൻ വേണ്ടി വന്നത്. ധ്യാന അവസരത്തിൽ ഈ അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, സിസ്റ്ററെ, എൻ്റെ മകന് ഉറങ്ങാൻ പറ്റിയാല, രാത്രി മുഴുവനും ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണ്, ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു റൂം വേണം എന്ന് പറഞ്ഞ് അമ്മ പോയത് ഓർക്കുന്നു. ആ ശുശ്രൂഷകൾക്കിടയിൽ എനിക്ക് മനസ്സിലായി, ഈ മകന് സ്വന്തം അപ്പച്ചനോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അപ്പൻ പറയുന്നത് ഇത് എൻ്റെ മകനല്ല, അതുകൊണ്ട് ഈ മകനെ സ്നേഹിക്കുകയോ മറ്റു മക്കൾക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഈ മകന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയൊന്നുമില്ല. മറ്റുള്ളവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഈ മകനെ ശിക്ഷിക്കും. വളരെ കഠിനമായ രീതിയിൽ മരത്തിൽ കെട്ടിയിട്ട് അടിക്കുന്ന അനുഭവമൊക്കെ ഈ കുഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ട്. ഈ കൊച്ചിൻ്റെ മനസ്സിൽ കിടക്കുന്ന ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ വളർന്നു വന്ന് ശരീരത്തിൽ രോഗമായി തീർന്ന അനുഭവമായിരുന്നു. ആ ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ദിവസമാകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അറിഞ്ഞു, ഒരു ബന്ദിൻ്റെ ദിനമാണ്, വെള്ളിയാഴ്ച ബന്ധാണെന്ന്. വൈകുന്നേരം ഞങ്ങൾ വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ കയ്യൊപ്പ് ശുശ്രൂഷയൊക്കെ നടത്തി പറഞ്ഞു വിടാമെന്ന് കരുതി വൈകുന്നേരം കയ്യൊപ്പ് ശുശ്രൂഷ നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ശുശ്രൂഷയുടെ സമയത്ത് എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ ഈ മകൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പം പെട്ടെന്ന് കാണുകയാണ് ഇവൻ്റെ ശരീരത്തിൽ രോഗമില്ല, സോറിയാസിസ് രോഗമില്ല. ഇതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആ ദിവസങ്ങളിൽ സിയോൻ ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധി അമ്മയുടെ മനോഹരമായ ഒരു ചിത്രം സ്റ്റാച്ചു ഉണ്ട്. ഈ സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അനേകർക്ക് വലിയ പ്രകടമായ അനുഗ്രഹങ്ങൾ അമ്മ പ്രദാനം ചെയ്തിട്ടുണ്ട്. ആ ധ്യാന ദിവസങ്ങളിൽ മകനെ ക്ഷമിക്കാൻ കൃപ കിട്ടാൻ വേണ്ടി ഈ അമ്മ കൈ വിരിച്ച് പിടിച്ച് അനേകം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഞാൻ ആ ദിവസങ്ങളിൽ കാണുകയുണ്ടായിരുന്നു. ഞങ്ങൾ ടീം മുഴുവനും ഈ മകന് വേണ്ടി അമ്മയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അമ്മ ഈ മകന് വേണ്ടി ഈശോയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ചു. അങ്ങനെ അപ്പനോട് ഈ മകനെ ക്ഷമിക്കാൻ സാധിച്ചു. പ്രകടമായ രോഗശാന്തി പരിശുദ്ധി അമ്മയിലൂടെ ഈ മകന് ലഭിച്ചു. പിന്നീട് ഞങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിച്ചു, മകന് രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടി, വലിയ സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കുന്നുവെന്ന്. അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥ ശക്തിയായിട്ട് സൗഖ്യ അനുഭവങ്ങൾ മാതാവ് പ്രദാനം ചെയ്യുന്നത് അറിയുവാനും കേൾക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓർക്കുന്നു, ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൈജീരിയയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു മാസത്തേക്ക് ബാംഗ്ലൂരുള്ള ഭവനത്തിൽ താമസിക്കാൻ ഭാര്യയോടും മകനോടും ഒപ്പം താമസിക്കാൻ വേണ്ടി അവധിയെടുത്ത് വന്നു. ആ ദിവസങ്ങളിൽ ഈ മകന് കിടന്ന കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, കുളിക്കുകയോ വൃത്തിയാവുകയോ ഒന്നും ചെയ്യുന്നില്ല. മാനസികമായ അസ്വസ്ഥത മൂലം കിടന്ന കിടപ്പിൽ തന്നെ 40-ൽ പരം ദിവസം ഇദ്ദേഹം കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. ഒരു ദിവസം എനിക്ക് ഒരു ഫോൺ വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമൊന്നുമില്ല. പുള്ളി ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് രോഗമാണ്, എഴുന്നേക്കില്ല, കുളിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഒരു തരത്തിലും എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസമായതുകൊണ്ട് ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി ഒന്ന് ഫോണിൽ പ്രാർത്ഥിച്ച് സഹായിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മാതാവ് പറയുന്നത് പോലെ തോന്നുന്നു, എത്രയും ദയുള്ള മാതാവെ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയാൻ. ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചോളാം, 33 എത്രയും ദയുള്ള മാതാവെ ചൊല്ലി ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എന്നെ വിളിക്കുകയാണ്, സിസ്റ്ററെ എൻ്റെ ഭർത്താവ് എഴുന്നേറ്റു, ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, വളരെ പ്രകടമായ സൗഖ്യത്തിൻ്റെ അനുഭവം കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് ബാംഗ്ലൂർ പോകുമ്പോഴൊക്കെ ഈ കുടുംബം വന്ന് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ വഴിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഭവമുണ്ട്. ഇന്നും ആ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധയമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി പുത്രൻ്റെ പക്കൽ മധ്യസ്ഥം വഹിക്കാൻ നമ്മുടെ ഏത് ആവശ്യങ്ങളിലും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും മേഖലകളിലൊക്കെ സൗഖ്യം തരാൻ നമുക്ക് വേണ്ടി പുത്രൻ്റെ പക്കൽ ഒരു ശക്തിയായിട്ടുണ്ട്. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ സ്വർഗത്തിലുണ്ട് എന്നുള്ളത് തീർച്ചയായ കാര്യമാണ്.
ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച പരിശുദ്ധ മറിയം നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. തൻ്റെ ജീവിതത്തിലെ ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുക്കുവാൻ പരിശുദ്ധ അമ്മ തന്നെ സഹായിച്ചു എന്ന് സിസ്റ്റർ ഏറ്റുപറയുന്നു. നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള പഠനത്തിൽ തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അമ്മ ഇടപെട്ട് മാറ്റിത്തരുന്ന അനുഭവങ്ങളും സിസ്റ്ററിൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ചവളാണ് പരിശുദ്ധി അമ്മ. നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതവും തിരിച്ചറിയുവാൻ ഈ പരിശുദ്ധി അമ്മ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഫസ്റ്റ് പ്രൊഫഷനൊക്കെ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ആലുവയിൽ 1 ഇയർ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ സുപ്പീരിയേഴ്സ് എന്നെ ജർമ്മനിക്ക് വിടാൻ വേണ്ടി തീരുമാനമെടുത്തു. പോകാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൈകൾക്കും കാലുകൾക്കുമൊക്കെ വേദന, ആർത്രൈറ്റിസ്, ജോയിൻറ്റ് പെയിൻ തുടങ്ങി. 6 മാസം കഷായമൊക്കെ കഴിച്ചു അതിന് ശേഷം പോകാൻ വേണ്ടി. ആ നാളുകളിലാണ് സ്ഥാപക പിതാവ് CJ വർഗീയച്ചന് നാസി ധ്യാന കേന്ദ്രത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. എന്നാൽ അധികാരികളുടെ തീരുമാനം മറ്റൊന്നായിരുന്നതുകൊണ്ട് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി, നഴ്സിങ്ങിന് പഠനത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് കുളത്തുവിലേക്ക് പോകാനുള്ള പോക്ക് വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തത്. എന്നാൽ എത്ര മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല. വീണ്ടും വീണ്ടും അച്ഛൻ വിളിക്കുന്ന ഒരനുഭവം. ആ നാളിലാണ് ഞാൻ പരിശുദ്ധി അമ്മയോട് ദൈവത്തിൻ്റെ ഹിതമറിയാനും എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതിയും പ്ലാനും വെളിപ്പെട്ട് കിട്ടുവാനും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നാളുകൾ. ആ നാളുകൾ ഒരുപാട് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. പെട്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഫൈനൽ പ്രൊഫഷന് അടുത്ത് വരുന്ന നാളുകളിൽ ഞാൻ എൻ്റെ പ്രൊമോഷൻ കോഴ്സിലേക്ക് വരുമ്പോൾ എൻ്റെ സുപ്പീരിയേഴ്സ് എന്നോട് പറയുകയാണ്, ജോമേരി ഇനി ജർമ്മനിക്കല്ല പോകുന്നത്, കുളത്തുവയിൽ ധ്യാന കേന്ദ്രത്തിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് വെളിപ്പെട്ട് കിട്ടുവാൻ അതനുസരിച്ച് പ്രവർത്തിച്ച പരിശുദ്ധി അമ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കും. ഇത്രയും കാലം സഹായിച്ച ഒരനുഭവമാണ് എൻ്റെ വ്യക്തി ജീവിതത്തിലുള്ളത്. അതുപോലെ മറ്റൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ എൻ്റെ എൽഡർ കാപ്പിൽ ജോസിയേട്ടന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ജോമേരി സിസ്റ്ററെ പഠിക്കുന്നതായിട്ട് കാണിക്കുന്നുവെന്ന്. അപ്പം ഞാൻ ചിരിച്ചു. കുളത്തുവേൽ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നിട്ട് വർഷങ്ങളായി, പ്രീ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഇനി പഠിക്കാൻ പോകാനോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ജോസിയേട്ടൻ പറഞ്ഞു, ഇംഗ്ലീഷ് പഠിക്കുന്നതായിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വീണ്ടും മുഖത്തേക്ക് നോക്കി ചിരിച്ചപ്പോൾ ജോസിയേട്ടൻ പറഞ്ഞു, പരിശുദ്ധി അമ്മ സഹായിക്കാനുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ ആ നാളുകളിൽ പഠനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒത്തിരി ഭാരവും വിഷമവും ഒക്കെ അനുഭവപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ ഹിതമാണ്, അതിന് കൂടെ പരിശുദ്ധി അമ്മ സഹായിക്കാനുണ്ട് എന്നറിഞ്ഞപ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ കടന്നു വന്നാലും തിയോളജി പഠിക്കാൻ വേണ്ടി, ഫിലോസഫി പഠിക്കാൻ വേണ്ടി പോകാം എന്ന് തീരുമാനമെടുക്കുകയായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞാനവിടെ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സും അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ശുശ്രൂഷ ചെയ്യുന്നവരും ഒക്കെ ചോദിച്ചു, ഇനി ഇത്ര ഏജൊക്കെ ആയില്ലേ, പഠിക്കാനൊക്കെ സാധിക്കുമോ? അവിടെ ചെന്നപ്പോൾ തന്നെയാണെങ്കിലും എൻ്റെ ഒപ്പമുള്ള പല സിസ്റ്റേഴ്സും പഠനം ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തിരിച്ചുപോയ അനുഭവങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാൻ ദൈവം കൂടെയുണ്ട്, പരിശുദ്ധിയമ്മ സഹായത്തിനുണ്ട് എന്ന് പറഞ്ഞ ആ സന്ദേശങ്ങളുള്ള വിശ്വാസമായിരുന്നു. തുടർന്നുള്ള പഠന കാലഘട്ടങ്ങളിൽ ഞാൻ ഓർക്കുന്നു, എത്രയധികമായിട്ട് പരിശുദ്ധിയമ്മ എന്നെ സഹായിച്ചു എന്നുള്ള കാര്യം. ഫിലോസഫി ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ ഒരു എക്സാമിൻ്റെ കാര്യം ഉദാഹരണ സഹിതം ഞാൻ ഓർക്കുകയാണ്. ഫസ്റ്റ് സെമസ്റ്റർ എക്സാമാണ്, പരീക്ഷയ്ക്ക് വേണ്ടി ഓറൽ എക്സാമാണ്. ചെന്നിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ അല്ല ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഫസറായ അച്ഛൻ ചോദിച്ചു, സിസ്റ്റർ എന്നാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നീക്കിയിടുമ്പോൾ ഞാൻ പറയുന്നത് വേണ്ട ക്വസ്റ്റ്യൻ്റെ ആൻസറല്ല. പക്ഷേ ആ സമയത്ത് ഉള്ളിൽ എനിക്ക് തോന്നുകയാണ്, ഞാൻ യഥാർത്ഥ ആൻസർ എനിക്കറിയാം, പറഞ്ഞുകൊള്ളാം എന്ന് പറയാൻ ഒരു തോന്നൽ മാതാവ് എന്നെ തോന്നിപ്പിക്കുക. അപ്പം അച്ഛൻ പറഞ്ഞു, പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ പറയാൻ പറ്റുമോ? എവിടുന്നോ ഒരു ധൈര്യം കിട്ടി പറയാമെന്നൊരു ചിന്ത ഞാനത് ഉറക്കെ പറഞ്ഞപ്പോൾ ഞാൻ പഠിച്ചതിനേക്കാൾ ഉപരി മറ്റെല്ലാ വിഷയങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ മാർക്ക് എനിക്ക് ആ സബ്ജക്റ്റിന് പരിശുദ്ധിയമ്മ വാങ്ങിച്ചു തന്നു. പഠനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ എന്നെ കൈപിടിച്ച് നയിച്ചത് പ്രത്യേകിച്ചും പരിശുദ്ധിയമ്മയുടെ ഒരു സംരക്ഷണവും സാന്നിധ്യവുമായിരുന്നു. മറ്റൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ പരിശുദ്ധിയമ്മ എപ്രകാരമാണ് എന്നെ സഹായിച്ചതെന്ന് ഓർക്കുമ്പോൾ നന്ദി മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ.
തിയോളജിയുടെ കോംപ്രിഹെൻസീവ് എക്സാം നടക്കുന്ന നാളുകളിൽ ആ കാലഘട്ടങ്ങളിലൊന്നും പൂർണ്ണമായൊന്നും പഠിക്കാൻ സാധിച്ചില്ല. ഏതെല്ലാം സെലക്ട് ചെയ്ത് പഠിക്കണമെന്ന് അമ്മ നിർദ്ദേശിച്ചു. അമ്മ മനസ്സിൽ ബോധ്യങ്ങൾ തന്നു. അതുമാത്രം പഠിച്ചിട്ടാണ് എക്സാമിന് വേണ്ടി കടന്നു ചെന്നത്. ഞാൻ മനസ്സിൽ ഇന്ന പ്രൊഫസേഴ്സ് ഉണ്ടായിരിക്കരുത് എന്ന് വിചാരിച്ചവർ തന്നെ എൻ്റെ എക്സാം സമയത്തുണ്ടായിരുന്നു. എന്നാൽ വളരെ മനോഹരമായിട്ട് എനിക്ക് ഓറൽ എക്സാമൊക്കെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചു. ഉള്ളിൽ പരിശുദ്ധി അമ്മയാണ് നല്ല ബോധ്യങ്ങൾ തരികയും ഇന്നത് പഠിക്കുന്നൊരു ബോധ്യങ്ങൾ തന്ന് എന്നെ മുന്നോട്ട് നയിച്ചത്. എനിക്ക് ശരിക്കും പറയാൻ സാധിക്കും, എൻ്റെ പഠന കാലഘട്ടങ്ങളിൽ പരിശുദ്ധി അമ്മ ദൈവത്തിൽ നിന്നും ശക്തി വാങ്ങിത്തന്ന് അല്ലെങ്കിൽ കൃപ വാങ്ങിത്തന്ന് സഹായിച്ച അനുഭവമായിരുന്നുവെന്ന്. അപ്പോൾ ഇന്നോളമുള്ള ജീവിതത്തിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും തിരിച്ചറിയുവാൻ പരിശുദ്ധ അമ്മയാണ് ഈ ഇത്രയും കാലഘട്ടങ്ങളിൽ സഹായിച്ചു പോകുന്നത്. അമ്മ എന്നും എൻ്റെ അമ്മയായിരുന്നു. അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമായിരുന്നു. പുത്രനിലേക്ക് കൈപിടിച്ച് നയിക്കുവാൻ അമ്മ എൻ്റെ വഴികാട്ടിയായിരുന്നു. നമുക്കെല്ലാവർക്കും അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ അമ്മയും വഴികാട്ടിയുമായി മാറട്ടെ. വേദനകളിൽ ആശ്വാസമായി ജപമാല മാറിയ പല അവസരങ്ങളും സിസ്റ്ററിൻ്റെ ജീവിതത്തിലുണ്ട്. തൻ്റെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ അവസരങ്ങളിൽ പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്ന അനുഭവങ്ങൾ സിസ്റ്റർ പങ്കുവെക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ മരണത്തിലും മാതാവ് സിസ്റ്ററിന് ആശ്വാസമായി കടന്നു വന്നു. ബാംഗ്ലൂരിൽ സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ ഞാൻ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് കൊന്തകൾ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം പഠനം ഒത്തിരിയേറെ വിഷമകരമായ അനുഭവമായിരുന്നതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ സഹായം പ്രത്യേകമായിട്ട് യാചിക്കുമായിരുന്നു. ആ നാളുകളിൽ എൻ്റെ മനസ്സിൽ പ്രത്യേകമായിട്ട് കടന്നു വരികയായിരുന്നു, എൻ്റെ ശാസന് എന്തോ മാരകമായ രോഗം കടന്നു വരാൻ പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചാച്ചന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. പരിശുദ്ധി അമ്മയ്ക്ക് ചാച്ചനെ ഏൽപ്പിച്ചു കൊടുത്ത് വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്നും ഒരു ഫോൺ വരികയാണ്. എൻ്റെ ചാച്ചന് തലയുടെ ഞരമ്പ് പൊട്ടി ഹോസ്പിറ്റലിലാണ്, പരിയാരം മെഡിക്കൽ കോളേജിലാണ് എന്ന്. ആ ദിവസം ഒരാഴ്ചയോളം അവിടെ കിടന്നിട്ട് ഒരു കുറവും അനുഭവപ്പെട്ടില്ല. അങ്ങനെ ഒരവസ്ഥയായി തീർന്നു. പെട്ടെന്ന് തന്നെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ കൂടെയുള്ള സിസ്റ്ററെയും കൂട്ടി മംഗലാപുരത്തേക്ക് ചെന്നപ്പോൾ ഡോക്ടർ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും എത്രമാത്രം അപകടാവസ്ഥയിലാണെന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ ലാസ്റ്റ് ചാൻസ് എന്ന പോലെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവിധ ക്രമീകരണങ്ങളും ഡോക്ടറിനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഞങ്ങളവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ചാച്ചന് ഇനിയൊരു സൗഖ്യം കിട്ടില്ല, പൊട്ടാനായി നിൽക്കുന്ന ഞരമ്പുകൾ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ പോവുകയാണ്, മരുന്നിന് ഇനി സൗഖ്യപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. അപ്പം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, എന്തെങ്കിലും വേദന കുറയാനുള്ള മരുന്നുകൾ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഡോക്ടർ എന്നോട് സഹതാപം തോന്നി, എൻ്റെ സങ്കടമൊക്കെ കണ്ടിട്ടായിരിക്കാം പെട്ടെന്ന് തന്നെ അതിനുള്ള മരുന്നൊക്കെ കൊടുത്തു. പക്ഷേ ചാച്ചനൊന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ശാലോം TV ഒക്കെ കണ്ടുകൊണ്ട് വളരെ ആശ്വാസത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി ചാച്ചൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചാച്ചന് വളരെ കൂടിയ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. പെട്ടെന്ന് ചാച്ചൻ, ഞാൻ ഓർക്കുകയാണ്, ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിരുന്ന് കഴുത്തിൽ കിടന്ന് ഒരു കൊന്ത ഊരിയിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കടന്നു. എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മേരി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വേദനയാണെന്ന് പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഞരമ്പ് പൊട്ടി ബ്ലഡ് വൊമിറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. 2 ദിവസം ഞാൻ ICUവിൻ്റെ പുറത്ത് നിന്നു. രാവിലെയും വൈകുന്നേരവും ചാച്ചൻ്റെ മുറി കയറി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ എന്നോട് പറഞ്ഞു, മോളെ, ചാച്ചനെ ഇങ്ങോട്ട് വിട്ടേരെ, ഇനി ചാച്ചന് ഈ ലോകത്തിലുള്ള സഹനങ്ങളൊക്കെ മതിയാക്കി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവുകയാണെന്ന്. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പരിശുദ്ധിയമ്മ തുറന്ന് ചാച്ചനെ സഹിക്കാൻ അനുവദിക്കില്ല എന്ന്. കാരണം ജീവിതത്തിലുടനീളം പരിശുദ്ധിയമ്മയോട് നല്ല ഒരു ഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ചാച്ചൻ. 2 ദിവസം കഴിഞ്ഞപ്പം
ചാച്ചൻ മരിച്ചു. ചാച്ചൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ടവരെല്ലാം പറയുണ്ടായി, ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ചാച്ചൻ അവസാനമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ശാലോം ടി വിയിലൂടെ ഭക്തിപരമായ കാര്യങ്ങൾ കണ്ട് മനസ്സ് നിറയെ സ്വർഗീയ അനുഭവമായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ ഈ ലോക ജീവിതത്തിലെ സഹനങ്ങളിൽ നിന്ന് തൻ്റെ അടുക്കലേക്ക് മകനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ അവസാന നിമിഷങ്ങളിൽ പോലും നന്മ നിറഞ്ഞ മറിയം ജപം ചൊല്ലി അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ എൻ്റെ ചാച്ചനെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു. അപ്പം ആ ഒരു സംഭവം എനിക്ക് പരിശുദ്ധ അമ്മയിലേക്ക് വളരാൻ ഒരുപാട് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. കരിസ്മാറ്റിക് രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററിന് തൻ്റെ ധ്യാനവേളകളിൽ പരിശുദ്ധ അമ്മ എന്നും സഹായമാണ്. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് തൻ്റെ ശുശ്രൂഷകൾ നിറവേറ്റുമ്പോൾ നിരവധി അത്ഭുത പ്രവൃത്തികൾ അമ്മ ചെയ്യുന്നതായി സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. തിരുക്കുടുംബത്തിൻ്റെ നാഥയായ പരിശുദ്ധയമ്മ ഇന്ന് കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹവും വിശ്വസ്തതയും കാരുണ്യവുമൊക്കെ വീണ്ടും കുടുംബങ്ങളിൽ പകർന്നു കൊടുത്തുകൊണ്ട് സ്നേഹത്തിൽ അവരെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഇന്ന് അമ്മ ഓടി നടക്കുകയാണ്. ഞാനൊരു സംഭവം ഓർക്കുന്നു. ഡൽഹിയിൽ ബുരാജി എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം നടക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം കലഹിച്ച് ഇനി ഒന്നിച്ച് ജീവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. ഭാര്യയോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഇനി ഈ മനുഷ്യൻ്റെ കൂടെ ഞാൻ ജീവിക്കില്ല. കാരണം വീട്ടിലെ വേലക്കാരിയുമായിട്ട് മോശമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പെട്ടുപോകുന്ന ഈ മനുഷ്യനെ എനിക്കിനി വേണ്ട, ഞങ്ങളിനി 2ആയി ജീവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഈ മകള് അദ്ദേഹത്തെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റാതെ പോയി ധ്യാനകേന്ദ്രത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന് തെറ്റുകൾ സംഭവിച്ചു, പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഭാര്യ സമ്മതിക്കുന്നുമില്ല. ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു അവിടെ ഉണ്ടല്ലോ, അമ്മയുടെ അടുക്ക പോയിട്ട് നിൻ്റെ വേദനയും സങ്കടവും ഒക്കെ ഏറ്റു പറഞ്ഞ് അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്. അമ്മ നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് നിൻ്റെ കുടുംബജീവിതത്തെ സന്തോഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട കൃപ ചെയ്തു തരും. ഞാനും ആ കുടുംബത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ഓർക്കുകയാണ്, വളരെ ചീറി ഈറ്റപ്പുലിയെ പോലെ പോയ ആ സ്ത്രീ വൈകുന്നേരമായപ്പോൾ വളരെ ശാന്തമായിട്ട് ആ സ്ത്രീ കടന്നു വന്നു. ആ സമയത്ത് ആ മനുഷ്യൻ അവളുടെ പാദങ്ങളിൽ വീണ് കിടന്ന് ക്ഷമ പറഞ്ഞ്, എടി തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് അവളോട് മാപ്പൊക്കെ പറഞ്ഞ് സ്നേഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൾ മാപ്പ് കൊടുത്തു. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്, ഇത് അമ്മയാണ് അവിടെ ഇടപെട്ടത്. കുടുംബത്തിൻ്റെ റാണിയായ പരിശുദ്ധിയമ്മ, തിരുക്കുടുംബത്തിൻ്റെ നാഥയായ അമ്മ കുടുംബത്തിലെ സ്നേഹവും സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കുടുംബജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി അമ്മ ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ അമ്മയിലൂടെ നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യവുമൊക്കെ സ്വീകരിച്ച് ക്ഷമയിലേക്കും വിശ്വസ്തതയിലേക്കും കടന്നു വന്ന ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ഇന്നും അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് അമ്മയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാൽ ആരും നിരാശരാവുകയില്ല. ജപമാല മണികളിൽ വിരലുകൾ തൊടുമ്പോൾ കാലുകൾ ഇടറാതെ പരിശുദ്ധ അമ്മ നയിക്കുന്ന നിരവധി ജീവിതാനുഭവങ്ങൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. MSMI സഭാംഗമായ സിസ്റ്റർ ജോമേരിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇത് തന്നെയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുക. തൻ്റെ മക്കളെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആ അമ്മയുടെ മാധ്യസ്ഥം നമുക്കും തേടാം.